ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് കഴിഞ്ഞ 11 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 31-ാം തീയതി വൈകുന്നേരം നടന്ന സംഭവം, അതിൻ്റെ തുടർന്ന് 1-ാം തീയതി ഉച്ചയ്ക്കാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചത്. പക്ഷെ അതിനുശേഷവും കഴിഞ്ഞ 9 ദിവസക്കാലം സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും തീരദേശ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇന്നലെയാണ് ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയൊക്കെ അവിടെ പോകുന്നത്. ഫിഷറീസ് മന്ത്രിക്ക് തീരദേശത്തേക്കുള്ള വഴി പോലും അറിയാത്ത ഒരാളെയാണ് ഫിഷറീസ് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല, അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ഒന്നും അറിയാത്ത ഒരാളെ വകുപ്പ് വിഭജനത്തിൻ്റെ പേരിലും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് കൊടുക്കുക എന്നുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ ഡിമാൻഡായിരുന്നു എന്നാണ് ആ കാലത്ത് ഈ വകുപ്പ് വിഭജനത്തിൻ്റെ ചർച്ചകൾ, അതിൻ്റെ തർക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നത്. അപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് വകുപ്പ് വിഭജനം നടന്നപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടത് പാവപ്പെട്ടവരായിട്ടുള്ള, അധസ്ഥിതരായിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആളുകളാണ്. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇന്ന് പ്രകൃതി ദുരന്തത്തെക്കാൾ കൂടുതലായിട്ട് തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നിലപാട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിലപാട് ഞാൻ നിങ്ങളോടല്ലല്ലോ പറയേണ്ടത്, അത് പറയേണ്ട സ്ഥലങ്ങൾ ഞാൻ പറയും. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ? നിങ്ങളാണ് ആവശ്യപ്പെടുന്നത്. TG മോഹൻദാസിൻ്റെ അറസ്റ്റ് സർക്കാരിൻ്റെ ഒരു സെലക്റ്റീവ് പ്രതികാര നടപടി. TG മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ പ്രധാനമന്ത്രിയുടെ അമ്മയെ അടക്കം അവഹേളിച്ചിട്ടുള്ള, പ്രധാനമന്ത്രിക്കെതിരായിട്ടടക്കം ഇതിനേക്കാൾ ഹീനമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ, അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു നടപടിയുമില്ല. ഒരാൾക്കെതിരായിട്ട് മാത്രം തെരഞ്ഞുപിടിച്ച് പ്രതികാര നടപടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിയമ നടപടി എടുക്കുമ്പോൾ അത് സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യമാണ് എന്നുള്ളതാണ് സാധാരണ ഒരാൾക്ക് വിലയിരുത്താൻ കഴിയുക. ഇപ്പം നിയമമാണെങ്കിൽ നിയമം എല്ലാവർക്കും എതിരായിട്ടും നിയമത്തിൻ്റെ വഴികൾ ഉപയോഗിക്കണം. നിയമം ഒരാൾക്കെതിരായിട്ട് നിയമ നടപടി, മറ്റ് നിരവധി ആളുകൾക്കെതിരായിട്ട് ഒരു നിയമ നടപടിയുമില്ല എന്ന് ഉള്ളത് വരുമ്പോൾ സർക്കാരിന് ഈ കാര്യത്തിൽ ഭരണഘടനയും നിയമവുമല്ല പ്രധാനം. സർക്കാരിന് ചില ആളുകൾക്കെതിരായിട്ട് പ്രതികാര നടപടി സ്വീകരിക്കുന്നു, ചില ആളുകളെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ. ആ വിലയിരുത്തലാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ വിലയിരുത്തലാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. നാട്ടിലെ നിയമമല്ലേ എല്ലാവർക്കും ബാധകമല്ലേ? BJP ആവശ്യപ്പെടണ്ടല്ലോ. നാട്ടിലെ നിയമം, അതായത് ഈ ആഭ്യന്തരമന്ത്രി ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്ന് നോക്കിയിട്ടല്ല നിയമം പാലിക്കേണ്ടത്. ആഭ്യന്തരമന്ത്രി ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ നിയമത്തെ ഉപയോഗിക്കണം. അതിവിടെ ഉണ്ടാകുന്നില്ല. പകരം ചില ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില നടപടികൾ, ഈ ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിയമ നടപടി സ്വീകരിക്കേണ്ടത്. പകരം ഭരണഘടനയും നിയമവും അനുശാസിക്കുന്ന തരത്തിൽ നിയമത്തെ ഉപയോഗിക്കും.